ജില്ലാ ശ്രീശ്വർ മാൽപ്പെ ഒറ്റ മിനിറ്റ് ശ്രീശ്വർ മാൽപ്പെ ചേരുന്നുണ്ട് അരുൺ. ശ്രീശ്വർ മാൽപ്പെ അർജുന്റെ മൃതദേഹം കിട്ടി എന്ന വാർത്ത അറിഞ്ഞിരുന്നോ? ಸರ್ ನಾನು ವಿಡಿಯೋ ಕಂಡು ಬೆಂಗಳೂರಲ್ಲಿ ಬೇರೆ ವಿಡಿಯೋ ಬೇರೆ ಬಾಡಿ ತೇಡ ಬಂದು കിട്ടി അവിടെ ಬೇರೆ. ശ്രീശ്വർ മാൽപ്പെ താങ്കളടക്കം നടത്തിയ പരിശോധന നടത്തിയ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് വണ്ടിയും ഈ ക്യാബിനൊക്കെ കിട്ടിയത്? അതേ ഭാഗത്തിൽ തൊട്ടപ്പുറം ഒരു 10-20 ഫീറ്റ് അപ്പുറത്തെ സൈഡില് കിട്ടി. അതെ ഞങ്ങൾ എവിടെ എഴുതിയിട്ട് ക്യാബിൻ കിട്ടിയ അത് സ്ഥലത്തിൽ കിട്ടി. ഈ ഡ്രഡ്ജിങ് നടത്തി മണ്ണ് കൂടുതൽ മാറ്റിയതല്ലേ അത് കണ്ടെത്താൻ നമുക്ക് സഹായകരമായത്? കണ്ടിപ്പാ അത് ഡ്രഡ്ജിങ്ങിന്റെ മണ്ണ് മാറ്റിയത് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ തേടി കിട്ടത്തില്ല, തെളിച്ച് കിട്ടത്തില്ല. ഡ്രഡ്ജിങ്ങിലെ മണ്ണ് മാറ്റിയെങ്കിൽ അടിഭാഗത്തിലെ ടയർ കിട്ടി പിന്നെ ഇതാക്കി റോപ്പാക്കി മേലെടുത്തത്. ശ്രീശ്വർ മാൽപ്പെ താങ്കൾ ഈ ദൗത്യത്തിനുവേണ്ടി ആദ്യഘട്ടം മുതൽ അവിടെ എത്തുകയും ആ പുഴ വല്ലാതെ കുത്തി ഒഴുകുമ്പോൾ അതിലേക്ക് ചാടിയതും താങ്കൾ നടത്തിയ ശ്രമങ്ങളൊന്നും ഞങ്ങൾ മറക്കില്ല, ഒരു കാലവും മറക്കില്ല ശ്രീശ്വർ മാൽപ്പെ. കണ്ടിപ്പാ ഞങ്ങൾ അടിയിൽ പോയിട്ട് ഇപ്പൊ എല്ലാം തേടിയല്ല, ഇപ്പൊ ഇല്ല, ഇപ്പൊ കിട്ടിയത് അത് എല്ലാ കേരളക്കാരിലെ പ്രാർത്ഥനയിലെ കിട്ടിയത്. ശ്രീശ്വർ മാൽപ്പെ താങ്കൾ ഇന്ന് അവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് അവിടെ ഉണ്ടാകണമായിരുന്നു താങ്കൾ. കണ്ടിപ്പാ അവർ ആ സ്ഥലത്തിൽ ഇപ്പൊ നാളെ ഇപ്പൊ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ആ ശവത്തിലെ കൂടെ ഭരണ ഒരു ഏർപ്പാട് പണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിപ്പാ അവിടെ വരും. താങ്കൾ ഈ ദൗത്യത്തിൽ തുടരണമെന്നുണ്ടായിരുന്നു അല്ലേ? താങ്കൾക്ക് അവിടെ ഷിരൂരിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു അല്ലേ കുറച്ചു ദിവസം കൂടിയെങ്കിലും? ഹലോ, ഈ ദൗത്യത്തിൽ ഈ മിഷനിൽ തുടരണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു അല്ലേ? കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു താങ്കൾ അല്ലേ? താങ്കൾ അവിടെ തിരക്കുള്ള എസ് പി കാർ നിങ്ങൾ നമ്മൾ സൺഡേ പോയി വേണ്ട നിങ്ങൾ പോയിട്ടെന്ന് ഒരു സൺഡേ ആയിട്ട് അതിലെ പിന്നെ ഞങ്ങൾ വന്നു. ഓക്കെ, അപ്പൊ ഈ കോഴിക്കോട്ടേക്ക് വരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞത് ഈ മൃതദേഹം എത്തിക്കുമ്പോഴേക്കും? கண்டிப்பா அவர் அம்மாக்கு அவர் சொல்லிட்டு இருந்த பர்த்டே ஒன்னாவத்துல வண்டி அடிச்சல கிட்டி கண்டிப்பா கிட்டும். அப்ப அதே மாதிரி மண்ணில் அடிப்பாகத்துல அவரை பாடி கிட்டி எல்லா കേരളക്കാരിലെ ഒരു പ്രാർത്ഥന എന്റെ ഒരു എത്ര കേരളക്കാർ ഒരു പ്രാർത്ഥനയാക്കി അർജുൻ്റെ ഒരു ബാഡി കിട്ടിട്ടെന്ന്. അതേമാതിരി ഇപ്പൊ അർജുൻ്റെ ബാഡി ഉണ്ട്, പിന്നെ ലോറി ഉണ്ട്. ഇപ്പൊ അത് അടുത്ത നാളെ അവിടെ അവരെ വീട്ടിൽ എത്തും നൈറ്റ്. ഈശ്വർ മാൽപ്പെ ലവ് യു ഈശ്വർ മാൽപ്പെ ലവ് യു. ഓക്കെ സാർ, ഓക്കെ വീരവണക്കം. ലവ് യു ഈശ്വർ മാൽപ്പെ. ഈശ്വർ മാൽപ്പെ ഈ ദൗത്യത്തിന് നൽകിയ പുഷ് ചെറിയ പുഷല്ല അത് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കാൻ എന്ത് ചെയ്യണമെന്നറിയാൻ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമയം അവിടെ ഉണ്ടായിരുന്നു. ആ സമയം ഈശ്വർ മാൽപ്പെ അങ്ങോട്ടേക്ക് വന്നു. കുത്തിയൊഴുക്കുന്ന പുരയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ച് അദ്ദേഹം ചാടി. ഇപ്പോഴും അദ്ദേഹം ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരും സമാനമായൊരു ദൗത്യത്തിലാണ് ഉള്ളത് എന്നാണ്. മറ്റൊരിടത്ത് സമാനമായൊരു ദൗത്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാൽപ്പയും സംഘത്തെയും ഈ ദൗത്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈ പറയുന്ന SDRF ആകട്ടെ, NDRFിൻ്റെ സംഘങ്ങളാവട്ടെ, അല്ലെങ്കിൽ നേവി ആവട്ടെ, ആ ദൗത്യത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും ആവട്ടെ, ആരെയും മാറ്റി നിർത്താൻ കഴിയാത്തതുപോലെ ഈശ്വർ മാൽപ്പെ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ച ആൾ തന്നെയാണ്. ഈശ്വർ മാൽപ്പയ്ക്ക് അവിടെ ഇന്നുകൂടി അല്ലെങ്കിൽ ഈ ദൗത്യം അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ അർജുൻ എന്ത് സംഭവിച്ചെന്ന് ഉത്തരം കിട്ടും വരെ അവിടെ തുടരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച മനുഷ്യനാണ്. അതും ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ കാപട്യത്തിൻ്റെ ഭാഗമായൊന്നും ആഗ്രഹമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തയിൽ നിറയുന്നതിൻ്റെ ഭാഗമുള്ള ആഗ്രഹമല്ല. ആത്മാർത്ഥമായി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ആ പുഴയിൽ ഇറങ്ങാനുള്ള അനുവാദം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈശ്വർ മാൽപ്പെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് വരെ മാൽപ്പെ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മാൽപ്പെ അർജുനെത്തുമ്പോഴേക്കും അർജുൻ്റെ വീട്ടിലേക്ക് എത്തും എന്നുകൂടി ഇപ്പോൾ അറിയിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ, നമ്മൾ ഈശ്വർ മാൽപ്പയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വർ മാൽപ്പെ അപ്പോൾ തന്നെ ഫോണിൽ കിട്ടി, ഭാഗ്യം. നമ്മൾ സംസാരിച്ചു. ഈശ്വർ മാൽപ്പെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല, അനുവാദം കൊടുത്തില്ല അവസാന ദിവസം എന്ന സങ്കടമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും യുക്തിയുള്ള സങ്കടവുമാണ്. അരുൺ, ഒരുപാട് ആളുകൾ അതിൻ്റെ കരയ്ക്കുണ്ട്. ഈ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസമായി. ഇപ്പോൾ കുറേ അധികം ആളുകളെ ആ ഗംഗാവലി ഉരുൾപൊട്ടി ഇറങ്ങിയ എൻ്റെ സ്ട്രെച്ചിൽ ആളുകൾ നിരന്നു നിൽക്കുന്നതുണ്ട്. അത് അർജുനെ ഒരു നോക്ക് കാണാനൊക്കെ വന്നവരാണോ അരുൺ?